ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 44, നാമകരണവും ജാതക ഫലകഥനവും. ഉണ്ണിക്കണ്ണൻ്റെ നാമകരണവും ജാതകർമാദികളെക്കുറിച്ചുമാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. ക്രിയാരഹിതനായ ഭഗവാന് ജാതകർമാദികൾ ചെയ്യാൻ കുലഗുരുവായ ഗർഗനോട് വസുദേവർ അഭ്യർത്ഥിക്കുന്നു. ഗർഗമുനി ഗോകുലത്തിൽ അതിനുവേണ്ടി വന്നെത്തുകയും ചെയ്തു. നന്ദൻ ഗർഗമുനിയുടെ വരവോടുകൂടി സന്തോഷിച്ച് പുത്രൻ്റെ ജാതകർമാദികൾ നടത്താൻ ആഗ്രഹിച്ചു. അതിനാൽ വളരെയധികം സന്തോഷത്തോടുകൂടി ഈ കാര്യം മുനിയോട് പറയുന്നു. കംസാദികൾ അറിഞ്ഞാൽ കുഴപ്പമുണ്ടാകുമെന്നറിഞ്ഞ ഗർഗമുനി ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ജാതകർമാദികൾ വളരെ രഹസ്യമായി തന്നെ നിർവഹിച്ചു. 1000 നാമങ്ങളും അനന്തനാമങ്ങളുമുള്ള ഭഗവാന് താൻ എങ്ങനെ ഒരു നാമം നൽകും എന്ന് വിചാരിച്ചിട്ടാകാം ഗർഗൻ ഒരു പക്ഷേ ഭഗവാന് രഹസ്യമായി നാമകരണം ചെയ്തത്. സത്ത എന്നർത്ഥമുള്ള കൃഷ് ധാതുവും ആനന്ദാർത്ഥമുള്ള ണകാരവും ചേർന്ന പരബ്രഹ്മം എന്ന് താൽപര്യാർത്ഥം നൽകുന്ന കൃഷ്ണ ശബ്ദമാണ് ഗർഗമുനി ഭഗവാന് നൽകിയത്. കൃഷ്ണൻ്റെ നാമങ്ങൾ പലതുള്ളതെല്ലാം, അതുപോലെ ജ്യേഷ്ഠൻ്റെ ബലൻ, രാമൻ തുടങ്ങിയ പേരുകളും വ്യാഖ്യാനിച്ചിട്ട് ഭഗവാൻ വിഷ്ണുവാണെന്നറിയിക്കാതെ അദ്ദേഹത്തിൻ്റെ അതിമാനുഷത്വം മാത്രം പിതാവിനോട് പറഞ്ഞു. ഭഗവാനിൽ ഭക്തിയുള്ളവൻ സംസാര ചക്രത്തിൽ നിന്ന് മുക്തനാകുന്നു. ഭഗവാനോട് വിദ്വേഷമോ ആഭിമുഖ്യമില്ലായ്മയോ ഉള്ളവൻ സംസാരത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയേയുള്ളൂ. അസുര ചിത്തവൃത്തികളോട് കൂടിയവരെ ജയിക്കുകയും സാത്വിക ചിത്തവൃത്തികൾക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്യുന്ന നന്ദനൻ്റെ അദ്ഭുത സിദ്ധികളെക്കുറിച്ച് നന്ദഗോപർ തുടങ്ങിയവർക്ക് കേൾക്കാൻ സാധിക്കും. ഈ പുത്രൻ നിമിത്തം സർവക്ലേശങ്ങളും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതിനാൽ പുത്രനിൽ തന്നെ ഉറച്ച ഭക്തിയോടുകൂടി കഴിയാൻ ഗർഗമുനി ഉപദേശിച്ചു. സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്ന് തുറന്നു പറയാതെ ഭഗവാന്റെ മഹത്വം വർണ്ണിച്ചു. ഇങ്ങനെയെല്ലാം അരുളി ചെയ്തിട്ട് ഗർഗമുനി പോയതിനു ശേഷം ആനന്ദഭരിതരായ നന്ദഗോപാദികൾ അങ്ങയെ കണക്കറ്റു ലാളിച്ചു. കാരുണ്യമൂർത്തിയായ അവിടുത്തെ അനുഗ്രഹത്താൽ അവരെ സന്തുഷ്ടചിത്തരാക്കിയതുപോലെ എൻ്റെയും ദുഃഖങ്ങൾ അകറ്റി തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 44, നാമകരണവും ജാതക ഫലകഥനവും. ശ്ലോകം 1. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. വളരെ ചെറിയൊരു ശ്ലോകമാണ്. ഇതിൻ്റെ അർത്ഥവും എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. ഗൂഢം രഹസ്യമായി, വസുദേവഗിര വസുദേവൻ്റെ വാക്കനുസരിച്ച്, കർത്തും ചെയ്യുന്നതിനായി, നിഷ്ക്രിയസ്യ ക്രിയാമുക്തനായ, തേ സംസ്കാരാൻ അങ്ങയുടെ ജാതകർമ്മം തുടങ്ങിയ ക്രിയകളെ. നമുക്ക് ഈ 2 വരികളിലെ അക്ഷരങ്ങൾ നോക്കാം. ഗൂഢം ഠ എന്നുള്ളത് ട ഠ ഡ ഠ എന്നാണ്. കുറച്ച് ഊന്നി പറയാനുള്ളതാണത്. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗത ഹോരാ തത്വോ ഗർഗമുനി സ്ത്വത് ഗൃഹം വിഭോ ഗതവാൻ. ഹൃദ്ഗതഹോരാ തത്വോ ഗർഗമുനി സ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ
ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ഹൃദ് എന്നുള്ളത്, അതേപോലെ ത്വത് ഗൃഹം, അത് ചേർത്തെഴുതുമ്പോൾ സ്ത്വത് എന്നാവും, സാന്നും കൂടി വേണം. വിഭോ എന്നുള്ളതിലെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഗതവാൻ ഹൃദ്ഗതഹോരാ തത്വ ജ്യോതിശാസ്ത്ര നിയമങ്ങൾ അറിയുന്ന ഗർഗമുനി, ഗർഗൻ എന്ന മഹർഷി, ത്വത് ഗൃഹം അങ്ങയുടെ ഗൃഹമായ ഗോകുലത്തിലേക്ക് ഗതവാൻ ഗമിച്ചു. വിഭോ എല്ലാറ്റിനും ശക്തനായവനെ. ഗൂഢം വസുദേവ ഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വത്സംസ്കാരാൻ വിധാതുമുത്സുകധീ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥം നോക്കാം. നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയൻ അമും യമിനാം മന്ദസ്മിതാർദ്രം ഊചേ ത്വത് സംസ്കാരാൻ വിധാതും ഉത്സുകധീ. അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. നന്ദ അഥ ചേർത്തിട്ട് നന്ദോഥ. നന്ദ എന്നുള്ളത് നദ് എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. എന്നുള്ളത് ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നന്ദഗോപൻ. അഥ അതിനുശേഷം. നന്ദിതാത്മാ അവിടെ അതേപോലെ ന്തി എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. മാ എന്നുള്ളത് ത് മാ എന്നാണ്. നന്ദിതാത്മാ സന്തുഷ്ടചിത്തനായ. വൃന്ദിഷ്ഠം ഇവിടെയും വൃന്ദിഷ്ടം നാദ് എന്നാണ്. ഷ്ഠം എന്നുള്ള അക്ഷരം ഠാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഉത്തമനായ അതിൻ്റെ അർത്ഥം. മാനയൻ ബഹുമാനിച്ചു. അമും ഗർഗ മഹർഷിയെ. യമിനാം യമികളുടെ കൂട്ടത്തിൽ. മന്ദസ്മിതാർദ്രം. മന്ദസ്മിതം എന്നുള്ളതിൻ്റെയും എന്നുള്ളത് നാദ് എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. മന്ദസ്മിതാർദ്രം പുഞ്ചിരി കൊണ്ട് ആർദ്രമായ വിധത്തിൽ. ഊചേ പറഞ്ഞു. ത്വത് സംസ്കാരാൻ അങ്ങയുടെ സംസ്കാരങ്ങൾ. വിധാതും ചെയ്യാൻ. ഉത്സുകധീ ആകാംക്ഷാഹൃദയനും ആയ. ഉത്സുകധീ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ഉത്സുകധീ വള്ളി നീട്ടിയിട്ട് വിസർഗത്തോടു കൂടെ നിർത്തണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ വിധാതും എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അതേപോലെ ഉത്സുകധീ അവിടെയും ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ ലൈനിൽ മാനയൻ അമ്മും അത് ചേർത്തിട്ടാണ് മാനയന്നമും എന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ. വിധാതും ഉത്സുകധീ ചേർത്ത് ചൊല്ലുമ്പോഴാണ് വിധാതുമുത്സുകധീ അങ്ങനെ വരുന്നത്. സു എന്നുള്ളത് സു എന്നാണ്, ചേർത്ത് ചൊല്ലുമ്പോൾ സു എന്നാവും. നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വത്സംസ്കാരാൻ വിധാതുമുത്സുകധീ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.